Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിറ്റ് കോയിനിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞിട്ടുള്ള ബിറ്റ് കോയിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. അതായത് ഒരു 27K മുതൽ ഒരു 31K വരെയുള്ള ആ ഒരു ഏരിയ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിലും പറയാറുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് പല തവണ പ്രൈസിന് വളരെ ശക്തമായിട്ടുള്ള റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ നിന്നാണ് കഴിഞ്ഞ 2 ഓൾ ടൈം ഹൈകളും ബിറ്റ് കോയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫോം ചെയ്തിട്ടുള്ള വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനർത്ഥം അവിടെ വളരെ വലിയ രീതിയിലുള്ള ആ ഒരു ഏരിയയിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രൈസ് റിജക്ഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ക്യാൻഡിലിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ലോ ഷാഡോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ചെറിയ രീതിയിലുള്ള ഒരു റീടെസ്റ്റ് നമുക്ക് ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാമെന്ന് നമുക്ക് ഈ ക്യാൻഡിൽസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രം ഈ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റ് അവസാനിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ബെയർ മാർക്കറ്റ് അവസാനിച്ചു നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. കാരണം വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷർ തന്നെ ഇപ്പോഴും അവിടെയുണ്ട്. ഈ ഒരു ഏരിയയിൽ മാത്രം ചെറിയ രീതിയിലുള്ള ഒരു പ്രൈസ് ഇൻജക്ഷൻ നടന്നു എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കുള്ളൂ. കൃത്യമായിട്ടുള്ള ഒരു ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ബിറ്റ് കോയിൻ നിൽക്കുന്നത്. ഒരു ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലോവർ ലോ ആണ്. സോ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ദെൻ അവിടെ നിന്ന് പ്രൈസിന് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു ലോവർ ലോ തീർച്ചയായിട്ടും പ്രൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ തന്നെയാണ്, ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ് ബിറ്റ് കോയിൻ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ പോലും നമുക്ക് കുറച്ച് നാളത്തേക്ക് നമുക്ക് എന്താ പറയുക, ചെറിയ രീതിയിലുള്ള ഗ്രീൻ ക്യാൻഡിൽസ് കാണാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ കാര്യങ്ങളാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം പറയാനായിട്ടുള്ളത് ഒരു ബുള്ളിഷ് ഡൈവർജൻസിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു RSI ഇൻഡിക്കേറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഡൈവർജൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കാം. കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹിഡൻ ഡൈവർജൻസ് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതായത് പ്രൈസ് ഒരു ലോവർ ലോയും RSI ഇൻഡിക്കേറ്റർ ഒരു ഹയർ ലോയും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഒരു ബുള്ളിഷ് ഡൈവർജൻസ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി ഡൈവർജൻസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് കൃത്യമായിട്ടുള്ള ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള RSI ഇൻഡിക്കേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൈസ് ഒരു ഹയർ ലോയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതൊരു ബുള്ളിഷ് ആയിട്ടുള്ള RSI ഡൈവർജൻസ് ആണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കുക. പ്രൈസ് വളരെ ശക്തമായിട്ട് തന്നെ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഒരു പുതിയ ഓൾ ടൈം ഹൈ പ്രൈസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് RSI ബുള്ളിഷ് ഡൈവർജൻസ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ലോവർ ലോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള ഒരു ലോവർ ലോ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹയർ ലോയും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള RSI ഡൈവർജൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ പോലെ തന്നെ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ബിറ്റ് കോയിനിലും ഈ ഒരു ബുള്ളിഷ് ഡൈവർജൻസ് വെച്ചുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഇവിടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സെല്ലിംഗ് പ്രഷറാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് മൊമെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിൻ കാഴ്ചവെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സാധ്യത തീരെയില്ല. ഓക്കെ, പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഒരു ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചാർട്ട് മാത്രമായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ബിറ്റ് കോയിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇവിടെ സംഭവിച്ചിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈൻസിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു റെസിസ്റ്റൻസ് എടുക്കുന്ന രീതിയിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻസ് സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രൈസ് ഈ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കാഴ്ചവെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഈ ഒരു താഴെയുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുമ്പോൾ പ്രൈസിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ കിട്ടുന്നുണ്ട്. ഒരു പാരലൽ ചാനൽ നമുക്ക് വരച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടുന്നത്.
പറയുന്നത്. ഓക്കെ, ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് പ്രൈസ് ഇപ്പോൾ ഇവിടെയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പാരലൽ ചാനലിനകത്താണ് പ്രൈസ് ഇവിടെയും പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിച്ച പോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ സംഭവിച്ച പോലെ തന്നെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഈ രീതിയിലായിരിക്കും ബിറ്റ് കോയിനിൽ ഒരു റീടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ റീടെസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, ആ ഒരു റീടെസ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും. ഒരു 34-35K എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ഇത്തരത്തിൽ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ബിറ്റ് കോയിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധ്യതയുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഞാനിവിടെ ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ചാർട്ട് പാറ്റേൺ ആണ് ബിറ്റ് കോയിനിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ ഒരു ഷോൾഡർ കിട്ടിയിട്ടുണ്ട്, ഒരു ഹെഡ് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും ഒരു ഷോൾഡർ കിട്ടിയിട്ടുണ്ട്. ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ള രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോൾഡർ ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോയിട്ടില്ല. അതിനകത്ത് തന്നെയാണ് പ്രൈസ് ഒരു സൈഡ് വേസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, എങ്കിൽ പോലും ഒരു സൈഡ് വേസ് ട്രെൻഡിലാണ് പ്രൈസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വിട്ടുപോയ മറ്റൊരു ചാർട്ട് പാറ്റേൺ ഉണ്ടായിരുന്നു. അതായത് ഞാൻ ചാർട്ട് ഒന്ന് റീപ്ലേ ചെയ്യുന്നുണ്ട്. ഈ ഒരു ചാർട്ട് ഞാൻ റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു ഏരിയ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ വരയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പോയിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് ആ ഒരു ഏരിയയിൽ തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഇത്രയും നേരം ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ഏരിയ ആണ്. അതായത് ഈ ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈനിൽ പ്രൈസ് ഒരു സപ്പോർട്ടായിട്ടായിരുന്നു ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നീട് ആ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടാണ് പ്രൈസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ, അതായത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ട്രെൻഡ് ലൈനിന് പ്രൈസ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്താ പറയുക ഒരു സൈഡ് വേസ് ആയിട്ട് മൂവ് ചെയ്യാനാണ് സാധ്യത, അല്ലെങ്കിൽ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതല്ല ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്രൈസിന് നല്ല രീതിയിലുള്ള റിജക്ഷൻ ഇനിയും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള എൻഗൾഫിംഗ് ക്യാൻഡിലൊക്കെ ഇവിടെ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ താഴേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ് കോയിനിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ കൃത്യമായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് സാധ്യതയുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ഒന്നുമല്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക. അതിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.